ഹലോ iQZ9X. സോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് iQ തന്നെയാണ്. കാരണം അവരുടെ ആ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നൽകിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊണ്ടും ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഫോണായിട്ട് തന്നെയാണ് ഇപ്പോൾ iQൻ്റെ എല്ലാ മോഡൽസും അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു 13K ബിലോ ആയിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓൾറൗണ്ടർ 5G സ്മാർട്ട് ഫോൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഒരു റിവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ അൺബോക്സ് ചെയ്താണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആമസോണിൽ നിന്നാണ്. ശരിക്കും ആമസോണിലാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സെയിൽ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ദെൻ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് തന്നെ ഇരിക്കണം നമുക്ക് ഡിവൈസ് ആണ്. അപ്പം നമുക്ക് ഡിവൈസ് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ദെൻ നമുക്കിനകത്തൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ചാർജർ ഉണ്ട് ബോക്സിൽ തന്നെ, ആൻഡ് ചാർജിങ് കേബിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോർമലി ഇജക്ടർ കാര്യങ്ങളൊക്കെ. സോ ഇത്രയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫോൺ നോക്കിയാലോ നമുക്ക്. സോ ഒരു ഗ്രീൻ ടച്ച് ഉള്ള ഒരു കളറാണ്. നമുക്ക് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു ബ്ലാക്ക് വേരിയൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ബേസ്ഡ് ആയിട്ടുള്ള വേരിയൻറ്റ്. ഒരു ബ്രഷ്ഡ് ടൈപ്പാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ പറയാം. നമുക്ക് ആ ഒരു ബ്രഷ്ഡ് ടൈപ്പാണ് അതിൻ്റെ ലുക്കും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ സ്മൂത്താണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ഫിംഗറിൻ്റെ പാട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക് പോർഷൻ തന്നെയാണ്. ആൻഡ് സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. 7.9 ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. സോ ഒരു ബിഗർ ബാറ്ററി വെച്ചുകൊണ്ട് തന്നെ സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് iQ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കി ഫോൺ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഡിവൈസ് ടേൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 6.71 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ബസൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു എഡ്ജ് പോർഷനിലാണെങ്കിലും കുറച്ച് ആ ഒരു താടി ഭാഗം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എഡ്ജ് പോർഷൻസൊക്കെയും അത്രയ്ക്ക് ഒരു ബസൽസ് ഫീൽ ചെയ്യുന്നില്ല. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഇൻബിൽഡായിട്ട് ഇതിനകത്ത് സ്നാപ്ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷൻസ് കുറച്ച് വരുന്നുണ്ട്. സ്നാപ്ചാറ്റ്, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ നോക്കുവാണെങ്കിൽ നമുക്ക് ഫൺ ടച്ച് 14 ആണ് ഇതിനകത്ത് വോയിസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു അപ്ഡേറ്റ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ഇപ്പോൾ പുറത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സിം എജക്റ്റിംഗ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ആൻഡ് ഇവിടെ ലോക്ക് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ സൈഡ് മൗണ്ടർ ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ സി ടൈപ്പ് ചാർജിങ് ആണ് നൽകിയത്. 3.5 ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക മോഡൽസും നമുക്ക് മിസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു 3.5 ഓഡിയോ ജാക്ക് സപ്പോർട്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ അത് ഇൻബിൽഡ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം തന്നെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. കാരണം സ്റ്റീരിയോ സ്പീക്കറിൻ്റെ പെർഫോമൻസ് എല്ലാം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു പോർഷനിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഇനി ഡിസ്പ്ലേയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 1000 നിറ്റ്സ് ആണ് നമുക്ക് ഒരു ബ്രൈറ്റ്നസ് നൽകിയിട്ടുള്ളത്. സോ ഒരു അത്യാവശ്യം നല്ല വെയിലുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഡിസ്പ്ലേ പോർഷനിൽ നിന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഈ ഒരു മോഡലിൽ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ പോലും ആ ഒരു റിഫ്രഷ് റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. ആൻഡ് 1000 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും നൽകിയിട്ടുണ്ട്.
ഇപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ നല്ല രീതിയിൽ വെയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഡേ ഔട്ടിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. സോ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടും. അതാണ് 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് IP64 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റെയർ പോർഷനിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ക്യാമറ 50 MB ആൻഡ് 2 MB ഒരു ബൊക്കെ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ 8 MB സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് 4K റെക്കോർഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 8 GB വേരിയൻറ്റിലാണ് വരുന്നത്. ഇപ്പോൾ 8 GB റാം വേരിയൻറ്റിൽ മാത്രമാണ് ആ ഒരു 4K അവൈലബിലിറ്റി ഉള്ളത്. ഇപ്പോൾ ഇത് 4 GB 128 ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് മാക്സിമം 1080 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 1080 ആണ് നൽകിയിട്ടുള്ളൂ. സോ ആ ഒരു 8 GB വേരിയൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4K ആയിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 ആണ് നൽകിയിട്ടുള്ളത്. 4nm പ്രൊസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു BGMA കാര്യങ്ങൾ കഴിക്കാനൊന്നും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വെർഷൻ ആയിട്ടുള്ള മോഡൽസ് നോക്കുമായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു 13K ഉള്ളിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് BGMA കാര്യങ്ങൾ കളിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. ആ ഒരു പെർഫോമൻസിൽ യാതൊരുവിധ ഇഷ്യൂസോ ലാഗോ കാര്യങ്ങളോ വരുന്നില്ല. ഇനി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് LPDDR4X റാമാണ് നൽകിയിട്ടുള്ളത് ആൻഡ് UFS 2.0 ആണ് സ്റ്റോറേജ് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് പെർഫോമൻസ് വൈസ് ആയിരിക്കും നൽകിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജിങ് നൽകിയിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു മോഡലിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ പറഞ്ഞത് 7.9 mm ആണ് ഒരു തിക്നെസ് നൽകിയിട്ടുള്ളത്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ട് പോലും ആ ഒരു തിക്നെസ് കാര്യങ്ങളൊക്കെ വളരെ സ്ലിമസ്റ്റ് ആയിട്ട് രീതിയിലാണ് നൽകിയിട്ടുള്ളത്. സോ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഒരു മോഡൽ തോന്നിയിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ പ്രൊസസ്സറിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2 വേരിയൻസിലാണ് ഈ ഒരു മൊബൈൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 4 GB 128 ആൻഡ് 6 GB 128 ആണ്. കറൻ്റ്ലി ആമസോണിൽ ഇപ്പോൾ ഒരു ക്യാഷ് ബാക്ക് ഓഫർ ഉള്ളത് 750 രൂപ ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 10,249 രൂപയ്ക്ക് ഈ ഒരു 4 GB 128 വേരിയൻറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു 5G സ്മാർട്ട് ഫോണാണ് കൺസിഡർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വേണം, ഒരു ബിഗർ ബാറ്ററി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കോടുകൂടിയുള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. സോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബേസ്ഡ് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇൻ ഹാൻഡ് ഫീൽ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ലിം ആണ്. ഒരു ബിഗർ ബാറ്ററി വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഫീലൊന്നുമില്ല. നമുക്ക് സ്ലിം ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. സോ ഇത്രയൊക്കെ തന്നെയാണ് IQ Z9Xൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്മളൊരു 1 മന്ത് അടുത്ത് യൂസ് ചെയ്തതിന് ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു മോഡലുമായിട്ട് കാണുന്നതുവരെ സീ യു ദെൻ ബൈ.